ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കായി പാർട്ടി ചിലവഴിച്ചത് 1.40 കോടി രൂപ. 70 ലക്ഷം വീതമാണ് ഓരോ മണ്ഡലത്തിനുമായി പാർട്ടി രാഹുൽ ഗാന്ധിക്കായി ചിലവിട്ടത്. റായ്ബറേലി, വയനാട് മണ്ഡലങ്ങൾക്കായാണ് വൻ തുക. തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് സമർപ്പിച്ച കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിക്കല്ല പാർട്ടി ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്. 87 ലക്ഷം രൂപ കിട്ടിയ ഹിമാചൽ പ്രദേശിലെ മണ്ഡി സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗ് കങ്കണ റണാവത്തിനോട് തോറ്റിരുന്നു. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ, വിരുധു നഗറിൽ മാണിക്യം ടാഗോർ, ഗുൽബർഗയിൽ രാധാകൃഷ്ണ, അനന്ത്പൂർ സാഹിബിൽ വിജയ് സിംഗ്ല എന്നിവർക്കും ആലപ്പുഴയിൽ KC വേണുഗോപാലിനും മത്സരിക്കാൻ 70 ലക്ഷം രൂപ വീതം ലഭിച്ചിരുന്നു. മുതിർന്ന നേതാക്കളായ ആനന്ദ് ശർമ്മയ്ക്ക് 46 ലക്ഷം രൂപയും ദിഗ്വിജയ് സിംഗിന് 50 ലക്ഷം രൂപയും കിട്ടിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2022 ജനുവരിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചിലവ് പരിധി ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള 70 ലക്ഷം രൂപയിൽ നിന്ന് 95 ലക്ഷം രൂപയായും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള 28 ലക്ഷം രൂപയിൽ നിന്ന് 40 ലക്ഷം രൂപയായും ഉയർത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുതുക്കിയ ചിലവ് പരിധി ഇപ്പോൾ വലിയ സംസ്ഥാനങ്ങൾക്ക് 90 ലക്ഷം രൂപയും ചെറിയ സംസ്ഥാനങ്ങൾക്ക് 75 ലക്ഷം രൂപയുമാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടന്ന് ജൂൺ 4 ഫലം പ്രഖ്യാപിച്ചിരുന്നു. അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലേക്കുമുള്ള ഭാഗിക തിരഞ്ഞെടുപ്പ് ചിലവ് കണക്ക് കഴിഞ്ഞ മാസം കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് നൽകിയ തുകയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രസ്താവന. ഇതിനിടയിലാണ് BJP നേതാവ് അനിൽ ആന്റണി രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നത്. ഇത്തവണ പ്രശ്നം ജാതി സെൻസസ് ആണ്. ജാതി സെൻസസിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് BJP നേതാവ് അനിൽ ആന്റണി തുറന്നടിച്ചത്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് രാഹുൽ മുന്നോട്ട് വെക്കുന്നതെന്നും സാമ്രാജ്യത്വ ശക്തികൾ ഒരു കാലത്ത് ഇതേ തന്ത്രമാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് ചരിത്രപരമായ തിരഞ്ഞെടുപ്പായിരുന്നുവെന്നും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 6% വോട്ട് വിഹിതം വർദ്ധിച്ചതെന്നും അനിൽ ആന്റണി അവകാശപ്പെട്ടു. പലതരം കാഴ്ചപ്പാടുകളുടെ തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭയിലേക്ക് നടന്നത്. വൈരുദ്ധ്യങ്ങളുടെ സഖ്യത്തെയാണ് BJPക്ക് നേരിടേണ്ടി വന്നത്. എന്നിട്ടും മികച്ച വിജയം നേടി. തുടർച്ചയായ 3ാം വിജയത്തിലൂടെ നെഹ്റുവിനൊപ്പം മോദി എത്തി. പ്രതിസന്ധികളെ തരണം ചെയ്ത് സർക്കാർ രൂപീകരിച്ചുവെന്നും അനിൽ ആന്റണി പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി മികച്ച രീതിയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും എല്ലാവരുടെയും വികസനം ലക്ഷ്യമിടുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ലോകരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമായി ഇന്ത്യ മാറിയെന്നും അനിൽ ആന്റണി അവകാശപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വല്ലപ്പോഴും വന്ന് രാഹുലിനെ കുറ്റം പറയാതെ രാഷ്ട്രീയത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അനിൽ ആന്റണി ഇന്ന്.